നമസ്കാരം, എല്ലാവർക്കും ഫ്ലേവർ ഷോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു സോയാ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 100 ഗ്രാം സോയാ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ. 20 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 തവണയെങ്കിലും ഇത് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് കഴുകിയെടുക്കുക. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഒരു സദ്യ കഴിക്കുകയുണ്ടായി. അപ്പോൾ ആ സദ്യയ്ക്ക് പരിചയമില്ലാത്തൊരു ഐറ്റം ഉണ്ട്, നല്ലൊരു ഡ്രൈ ഫ്രൈ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് കഴിച്ച സമയത്ത് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് സദ്യയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ കേറ്ററിംഗുകാരോട് അന്വേഷിച്ചു എന്തായിരുന്നു ആ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് അത് സോയാ ചങ്ക്സിൻ്റെ ഡ്രൈ ഫ്രൈ ആയിരുന്നു എന്നും. അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയെടുത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ സോയാ ചങ്ക്സ് ഒരു 3-4 തവണ കഴുകി നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം. കാരണം നമ്മൾ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനോട് ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒരു 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്പാൽപ്പമായിട്ട് ഒന്നെങ്കിൽ പൾസ് ചെയ്തെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ 3-4 സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് നിർത്തി അടിച്ചെടുക്കുക. അപ്പോൾ എന്താ നമുക്ക് സോയാ ചങ്ക്സ് ഈ ഒരു പരുവത്തിൽ ആയി. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. സവോളയൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഒരു 7 ടല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഉണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണേ. ഇനി നമുക്ക് സോയാ ചങ്ക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അല്പം വലിയ നല്ല വാവട്ടമുള്ള ഒരു കടായി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്കൊരു 3 വലിയ ഉള്ളിയാണ് എടുത്തിരുന്നത്, സവോള. അതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവോളയൊന്ന് അത്യാവശ്യം റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. വീണ്ടും 1 മിനിറ്റ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സവോള വഴറ്റിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവോള റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തൊട്ട് തീ ലോ ഫ്ലെയിമിലായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും. ഇനി ഈ ഒരു സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഗരം മസാലയും പെരിഞ്ജീരകം പൊടിച്ചതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. ഇതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചത് എടുത്തത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളിത് പച്ചക്കാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ തീ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത് അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഒരു 15-20 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ സോയ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സോയ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയം എണ്ണ കുറവാന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ നിരത്തിയിട്ട് ഇതൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനാണ് വലിയൊരു പാത്രം എടുക്കണം എന്ന് പറഞ്ഞത്. ഇങ്ങനെ നിരത്തിയിടുമ്പോൾ അടിയിലുള്ള ഭാഗം നമുക്ക് പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടും. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇത് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഏകദേശം വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെയൊക്കെ എടുക്കും ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ റോസ്റ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി റോസ്റ്റായി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അതുപോലെ 2 പച്ചമുളക് ഒന്ന് നടുവേ പിളർന്നിട്ടുള്ളതും പിന്നെ 1 ടീസ്പൂണോളം വരും കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ഡ്രൈ ഫ്രൈ റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.